ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ. രാജ്യാന്തര വിപണികളിലെ അനിശ്ചിതത്വം ഇന്ത്യൻ വിപണിയെയും ബാധിച്ചേക്കും. പലിശ കുറയ്ക്കൽ വൈകിയേക്കുമെന്ന സൂചനകളിൽ ഇടിഞ്ഞ് US വിപണി. ഏഷ്യൻ വിപണികളിലും തകർച്ച. കുതിച്ചുകയറി സ്വർണം. ക്രൂഡ് വില $89 കടന്നു. ക്രിപ്റ്റോ വിപണിയിൽ ഇടിവ്. ബിറ്റ്കോയിൻ വീണ്ടും $65,000 താഴെ. 2025 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ പ്രവചനം ഉയർത്തി ലോകബാങ്ക്. 2024-ൽ 7.5%, 2025-ൽ 6.6%ആയിരിക്കും വളർച്ചയെന്ന റിപ്പോർട്ട്. രാജ്യത്ത് സേവന വ്യാവസായിക വളർച്ച ശക്തമായി തുടരുമെന്നും ലോകബാങ്ക്. അമേരിക്കൻ തൊഴിൽ വിപണി ആരോഗ്യകരമായ പാതയിലെന്ന് റിപ്പോർട്ട്. ഫെബ്രുവരിയിൽ തൊഴിലവസരങ്ങൾ 8.25 ദശലക്ഷമായി ഉയർന്നു. നിയമനങ്ങൾ 3.7% കൂടിയെന്നും ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ്. റിപ്പോർട്ട് വന്നതിന് ശേഷം US ഡോളർ സൂചികയിൽ താഴ്ച. മൈക്രോസോഫ്റ്റിനെതിരെ അമേരിക്കൻ ഫെഡറൽ റിപ്പോർട്ട്. മോശം സുരക്ഷയ്ക്കും ആത്മാർത്ഥതയില്ലായ്മയ്ക്കും രൂക്ഷമായ വിമർശനം. ടെക് ഭീമന്റെ പിഴവുകൾ ചൈനീസ് സൈബർ ഓപ്പറേറ്റേഴ്സ് ചൂഷണം ചെയ്തെന്നും ജോ ബൈഡൻ നിയോഗിച്ച അവലോകന റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വന്ന തൊഴിൽ ഡേറ്റ മൊത്തം വിപണികളെയും ബാധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അമേരിക്കയിൽ നിയമനങ്ങൾ കൂടുന്നു, കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ആരോഗ്യകരമായ ഒരു രീതിയിലാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ പോകുന്നത് എന്ന റിപ്പോർട്ട് വരുമ്പോൾ മറ്റു ചില സൂചനകൾ വരുന്നത് ജൂണിൽ പലിശ നിരക്ക് കുറയ്ക്കൽ ഉണ്ടാവില്ല എന്നാണ്. ഇതിൽ അമേരിക്കൻ വിപണി ഇടിയുന്നു. അതിനുശേഷം അത് ഏഷ്യൻ വിപണികളിലേക്കും ബാധിക്കുന്നു. ഇന്ത്യൻ വിപണിയും ഇന്നത്തെ തുടക്കം അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. 22,381 എന്ന നിലയിലാണ് ഇപ്പോൾ ദേശീയ ഓഹരി വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. അതേസമയം ബാങ്കിംഗ് ഓഹരികൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഇടിവിലാണ് വ്യാപാരം നടക്കുന്നത്. ധനകാര്യ മേഖലയും അങ്ങനെ തന്നെയാണ്. ബോംബെ ഓഹരി സൂചിക നോക്കിയാൽ 73,600 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. 303 പോയിന്റ് ഇടിഞ്ഞാണ് ഇന്ന് രാവിലെ വ്യാപാരം തുടരുന്നത്. എന്തായാലും ഈ ഒരു ട്രെൻഡ് തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മോടൊപ്പം ഇന്നത്തെ വിപണി എങ്ങനെയായിരിക്കുമെന്ന് വിശകലനം ചെയ്യുന്നതിനായി ശ്രീ പോൾ തോമസ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, ഗുഡ് മോർണിംഗ്. എന്തായാലും അമേരിക്കയിൽ നിന്ന് വരുന്ന ചില വാർത്തകൾ അത് എത്രത്തോളം ലോകവിപണിയെയും ലോക സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കുന്നു എന്നതിപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പലിശ നിരക്ക് കുറച്ചേക്കില്ല എന്നൊരു സൂചന. ചൈനയിൽ റിയാലിറ്റി മേഖല തകരുന്നു. അതിനനുസരിച്ച് അവർ സ്വർണം വാങ്ങിക്കൂട്ടുന്നു. സ്വർണ്ണവില കത്തിക്കയറുന്നു. ഈ രീതിയിൽ ഒരു ട്രെൻഡ് എങ്ങനെയാണ് പോകുന്നത്? ഗുഡ് മോർണിംഗ്. ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് തന്നെ കുറച്ച് താഴെയായിരുന്നു. അതിന്റെ പ്രധാന കാരണം ക്രിസ്റ്റിന പറഞ്ഞ പോലെ മാർക്കറ്റില് US മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി തുടങ്ങി, മറ്റേ ക്രൂഡിന്റെ വില കൂടി, ഇങ്ങനെ ഗ്ലോബലി ഒരുപാട് നെഗറ്റീവ് പോയിന്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാർക്കറ്റുകളും, ഓസ്ട്രേലിയൻ മാർക്കറ്റ്, അതുപോലെ ഏഷ്യൻ മാർക്കറ്റുകൾ, ഇന്നലെ രാത്രി US മാർക്കറ്റ് എല്ലാം താഴെ തന്നെയാണ് നിൽക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലും അതിന്റെ ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ ഇവിടെയും താഴെ തന്നെയാണ് ഓപ്പൺ ചെയ്ത് നിൽക്കുന്നത്. ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു 22,300, 22,250 ലെവലൊക്കെ നിഫ്റ്റിയെ സംബന്ധിച്ച ഒരു സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കും. എന്നാലും മാർക്കറ്റിൽ ഒരു ചെറിയൊരു നെഗറ്റിവിറ്റി തന്നെയാണ് ഉണ്ടാവുന്നത്. അത് എത്ര ദിവസം നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും മാർക്കറ്റിന്റെ ഓൾ ടൈം ഹൈ കടന്നു പോകാൻ മാർക്കറ്റിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ 2 പ്രാവശ്യം വന്നപ്പോഴും 22,525-30 ആ ലെവലിൽ വന്നിട്ട് താഴെയാണ് വീഴുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉടനെ ഒരു തിരിച്ച് ഓൾ ടൈം ഹൈ ശ്രീ പോൾ തോമസ്, എന്തായാലും അമേരിക്കയിലെ സംഭവ വികാസങ്ങൾ, ചൈനയിലെ റിയൽറ്റി മേഖലയുടെ തകർച്ച, അതിനനുസരിച്ച് ചൈനയിൽ സ്വർണ്ണ നിക്ഷേപം കൂടുന്നത്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ്.